CBCIയുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഞങ്ങൾ ക്ഷണിച്ചത് BJP പ്രതിനിധിയെയല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ ബിഷപ്പ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. രാഷ്ട്രീയം നോക്കിയല്ല ആളുകളെ പരിപാടിക്ക് ക്ഷണിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് ക്രൈസ്തവ സഭയ്ക്കുള്ള അംഗീകാരമാണെന്നും ഈ അംഗീകാരം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും ബിഷപ്പ് പറഞ്ഞു. ഞങ്ങൾ ക്ഷണിച്ചത് BJPയുടെ ഒരാളെയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇതൊരു ക്രൈസ്തവ സഭയ്ക്കുള്ളൊരു അംഗീകാരം തന്നെയാണ്. ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ CBCIയുടെ ക്രിസ്മസ് സെലിബ്രേഷന് VIP-കളാണ് എല്ലാ വർഷവും വരാറ്. രാജ്നാഥ് സിംഗ് വന്നിട്ടുണ്ട്, പിന്നെ സഭാ നേതാക്കന്മാർ വന്നിട്ടുണ്ട്, മറ്റ് കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്. ഇത്തവണ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. ആദ്യമായി തന്നെ പ്രധാനമന്ത്രി വന്നു. അതൊരു അംഗീകാരമാണ്. പല സ്ഥലങ്ങളിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിന്റെ വേദന പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഭരണഘടന അനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുവേണം ഭാരതത്തിന്റെ വളർച്ചയെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി വന്നതിനെക്കുറിച്ച് ആർക്കു വേണമെങ്കിലും പ്രതികരിക്കാം, അത് അവരുടെ അഭിപ്രായമാണെന്നും താൻ മറുപടി പറയുന്നില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പോസിറ്റീവ് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ വേദനകൾ അവതരിപ്പിക്കുക. കാരണം ഇന്ത്യയുടെ ഭരണം നടത്തുന്ന ആളാണ്. അതിനിടയിൽ പലർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, വ്യക്തികൾക്ക് അവരവരുടേതായ അഭിപ്രായമുണ്ട്. ഒരു മിലീത്തിയോസ് തിരുമേനിയാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. അവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്തു. അതിന് ശോഭയൊന്നും കെടുത്തുന്നില്ല. പല സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴുള്ള വേദനകളും അതിന് പ്രധാനമന്ത്രി തന്നെ, പ്രത്യേകിച്ച് ഇൻക്ലൂസിവിറ്റി, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിക്കുന്ന, എല്ലാ മതത്തിലും പെട്ടവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അതെല്ലാ വ്യക്തികളെയും, അതുകൊണ്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ ആക്രമണങ്ങളുണ്ട്, അതിനുള്ള വേദനയും ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. പാലക്കാട് പുൽക്കൂട് ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല. മതസൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ആക്രമണങ്ങളെ ഇന്ത്യയിൽ ഒരു പൗരനും അംഗീകരിക്കാൻ പാടില്ല എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ.